Hello friends, welcome to my YouTube channel Haru and Tanu. വെള്ള തുണികൾ വെള്ളയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ? കിച്ചൺ ടവലും തോർത്തും അതുപോലെ തന്നെ മുണ്ടും ഒക്കെ വെളുപ്പിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു ചരുവത്തിൽ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തുണികളൊക്കെ മുക്കി വയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഡിറ്റർജന്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ തുണി എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡിറ്റർജന്റ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ചരുവം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ തുണികൾ പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുഴുങ്ങാനായിട്ട് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റും ധാരാളമായിട്ട് കരിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. ഏതായാലും വെള്ളം തിളച്ചു വരട്ടെ. നമുക്കിതിലേക്ക് 2 തോർത്തുമുണ്ടിട്ട് വെളുപ്പിച്ചെടുക്കാം. ഈ 2 തോർത്തുമുണ്ടാണ് ഞാൻ ഇന്ന് വെളുപ്പിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തോർത്ത് കണ്ടോ, ഇതിന് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് ചെറിയ മഞ്ഞ കളറുണ്ട്. അത് ഞങ്ങളുടെ തോർത്തിൽ പിടിച്ചിട്ട് ഈ ഒരു മഞ്ഞ നിറം ആകാറുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ തോർത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചധികം തുണി ഇടുവാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അടി പിടിച്ച് പോകരുത്. നമുക്ക് ഈ തോർത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് താത്തി വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കമ്പിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളമുണ്ടാണ് വെളുപ്പിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമുണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അതല്ല കിച്ചൺ ടവലാണ് വെളുപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ടവൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അതല്ല വെള്ളമുണ്ടും തോർത്തും എല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെയാകുമ്പോൾ ചെളി മാറി കിട്ടില്ല. 10 മിനിറ്റ് നമുക്ക് തുണികൾ പുഴുങ്ങിയെടുക്കാം. കുറച്ചു നേരം അതേ പാത്രത്തിൽ ഇരിക്കട്ടെ. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു തുണിയിലുണ്ടായിരുന്ന മഞ്ഞ നിറമൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ തുണികൾ വാഷ് ചെയ്യുന്നത് പോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അഥവാ നമുക്ക് കൈ ഉപയോഗിച്ചാണ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. നല്ല ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡേർട്ടി ആയി പോകാറുണ്ട്. കിച്ചൺ ടവലിൽ നിന്ന് എണ്ണയും ഡേർട്ടും ഒക്കെ കളയാനായിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ തോർത്ത് നല്ല ക്ലീൻ ആയിട്ട് വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.